കൂത്തുപറമ്പിൽ 5000 വോട്ടിന് അന്ന് പിണറായി വിജയൻ ജയിച്ചത് BJPയുടെ അന്നത്തെ RSSന്റെ വോട്ട് കൊണ്ടല്ലേ? ഉദുമയിൽ അന്ന് മാരാർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോയത് EMS അല്ലേ? ഈ ചരിത്ര വസ്തുതകളൊന്നും മറച്ചു വെക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ തമ്മിലുള്ള അന്തർധാര ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറെ കാലമായി തുടങ്ങിയിട്ടുള്ളതാണ്. MV ഗോവിന്ദൻ ആ സത്യം തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് EP ജയരാജനും അത് പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റിയത് പോലെ CPM സംസ്ഥാന സെക്രട്ടറിയെയും ഇനി മാറ്റുമോ? രണ്ടുപേരും ചെയ്ത ഒരേ തെറ്റല്ലേ? അപ്പൊ ഇപ്പൊ അറിയേണ്ടത് MV ഗോവിന്ദന്റെ പേരിൽ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നതെന്നാണ് അറിയേണ്ടത്. ഏതായാലും MV ഗോവിന്ദൻ പറഞ്ഞത് സത്യമാണ്. കേരളത്തിലെ BJPയുമായും എന്നും CPMനൊരു സഖ്യമുള്ളതാണ്. എല്ലാ കാലത്തും കേരളത്തിലെ CPM ഏതാണ്ട് BJPയുടെ ഒരു B ടീം തന്നെയായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കാറുള്ളത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിൽ, ഞാനിത് ആവർത്തിച്ച് പറയുന്നത്, ഇതുവരെ ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. UDFന് കിട്ടിയത് 40% വോട്ട്, LDFന് കിട്ടിയത് 44% വോട്ട്. അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 14% ഉണ്ടായിരുന്ന BJPയുടെ വോട്ട് 10 കുറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ തുടർഭരണം ഉണ്ടായത് തന്നെ BJPയുടെ വോട്ട് CPMന് പോയത് കൊണ്ട് തന്നെയാണ്. ഇവർ തമ്മിലുള്ളൊരു അന്തർധാര കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ നിലനിൽക്കുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ചു പുലർത്തിക്കൊണ്ട് CPM ജയിച്ചാലും വേണ്ടില്ല, കോൺഗ്രസ് ജയിക്കരുതെന്ന BJPയുടെ ആഗ്രഹം ആണ് ഇവരെ ചേർത്ത് നിർത്തുന്ന ഒരു ഘടകം. കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാകണമെന്ന് മോഡി ആഗ്രഹിക്കുമ്പോൾ കോൺഗ്രസിനെ തകർക്കാൻ CPM വോട്ട് ചെയ്യുക എന്നുള്ള നയം BJP സ്വീകരിക്കുന്നു. സന്തോഷത്തോടെ CPM BJPയുടെ വോട്ട് സ്വാഗതം ചെയ്ത് അവരുടെ പെട്ടിയിലാക്കുന്നു. ഇതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ട ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഇവർ തമ്മിലുള്ള അന്തർധാര ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറെ കാലമായി തുടങ്ങിയിട്ടുള്ളതാണ്. MV ഗോവിന്ദൻ ആ സത്യം തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് EP ജയരാജനും അത് പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം? കൂത്തുപറമ്പിൽ 5000 വോട്ടിന് അന്ന് പിണറായി വിജയൻ ജയിച്ചത് BJPയുടെ അന്നത്തെ RSSന്റെ വോട്ട് കൊണ്ടല്ലേ? ഉദുമയിൽ അന്ന് മാരാർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോയത് EMS അല്ലേ? ഇവർ തമ്മിലുള്ള അന്തർധാര ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറെ കാലമായി തുടങ്ങിയിട്ടുള്ളതാണ്. MV ഗോവിന്ദൻ ആ സത്യം തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.